പെട്ടെന്ന് എങ്ങനെ മസിൽ ഗെയിൻ ചെയ്യാമെന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമന്റ് വരുന്നത് മെസ്സേജ് വരുന്നതെല്ലാം മസിൽ ഗെയിൻ ചെയ്യുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്കുള്ള ആവശ്യം മസിൽ ഗെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്ന 78-79 ആ ഒരു വെയിറ്റ് റേഞ്ചിൽ വരും. ഞാൻ 80 ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്ത് ഇപ്പോഴാണ്. അപ്പോൾ എനിക്ക് ആ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പല പല പോയിന്റ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് വൺ, പ്രോഗ്രസീവ് ഓവർലോഡ്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നിങ്ങളുടെ വർക്കൗട്ടിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക. ബീറ്റ്സോ അല്ലെങ്കിൽ റെപ്പിറ്റേഷൻസ് ആയിട്ടോ എങ്ങനെയെങ്കിലും ഇതിന് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത് വന്നാലേ നിങ്ങൾക്ക് റിസൾട്ടും അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആയിരിക്കും ഒരു പോയിന്റിൽ. നിങ്ങൾ ഇന്ന് 5 കിലോ വെച്ച് 10 റെപ്പ് ചെയ്യുന്നു, 2 മാസം കഴിയുമ്പോഴും 5 കിലോ വെച്ച് 10 റെപ്പ് ചെയ്യുന്നു, നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡിങ് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ബിഗിനർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു 15 to 20 റെപ്പിറ്റേഷൻ വരുന്ന രീതിയിൽ വെയിറ്റ്സ് വെച്ച് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ബിഗിനർ ലെവലിൽ നിങ്ങൾ ഒത്തിരി വെയിറ്റ് എടുത്ത് റെപ്പിറ്റേഷൻസ് കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഫോം ആൻഡ് ടെക്നിക്ക് കറക്റ്റ് ആവത്തില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിഗിനർക്ക് എപ്പോഴും സേഫ് ആ ഒരു റെപ്പ് റേഞ്ചാണ്. അതിനനുസരിച്ചുള്ള വെയിറ്റ് എടുക്കാം. ഇനി നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് സെറ്റായി നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഒന്നും വരാത്ത രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെവി വെയിറ്റ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്കൊരു 6 to 8 റെപ്പിറ്റേഷൻസ് വെയിറ്റ് എടുത്താൽ മതിയാവും. ഇപ്പം എൻ്റെ ലാസ്റ്റത്തെ ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. കുറച്ചൊക്കെ നമ്മൾ ഒത്തിരി വർക്കൗട്ട് കുറേ നേരം നിന്ന് ജിമ്മിൽ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിനിങ് നടക്കില്ല. നമുക്ക് ഗെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് റെസ്റ്റ് എടുക്കുക. ആണ് ഏറ്റവും ബെസ്റ്റ്. സോ ഒരു 45 മിനിറ്റ്സിനകത്ത് വർക്കൗട്ട് തീർക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഒത്തിരി വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. കോമ്പൗണ്ട് വർക്കൗട്ടുകൾ ആഡ് ചെയ്യുക. ഐസൊലേഷൻ വർക്കൗട്ടുകൾ ഒരു ഗാർണിഷ് പോലെ ആഡ് ചെയ്യുക. മെയിൻ ആയിട്ടുള്ളത് കോമ്പൗണ്ട് ലിഫ്റ്റുകളാണ്. അത് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് മസിലിനെ ഹിറ്റ് ചെയ്യുക. മസിലിന് മാക്സിമം ആ സ്ട്രെസ് കൊടുക്കുക, ദെൻ റെസ്റ്റ് എടുക്കുക. ഇതാണ് നമുക്ക് ഗെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒത്തിരി വർക്കൗട്ടുകൾ ചെയ്യും, പക്ഷെ അതിനകത്തൊന്നും വലിയ ഗെയിനിങ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ വർക്കൗട്ട് കുറച്ചു ചെയ്യേണ്ട രീതിയിൽ ഹെവി ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഗെയിനിങ് വരുന്നതായിട്ട് കാണാൻ പറ്റും. റെസ്റ്റ്, റിക്കവറി, കൺസിസ്റ്റൻസി, ഓവർലാപ്പിംഗ് പാടില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സെക്കൻഡ് പോയിന്റിൽ ഞാൻ പറയുന്നത്. വേറൊന്നുമല്ല, റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ വർക്കൗട്ടിൽ ഓരോ സെറ്റുകളുടെ ഇടയിലുള്ള റെസ്റ്റും വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് കിടന്നിട്ടുള്ള ഉറക്കം ഉൾപ്പെടെയുള്ള റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക ഒരു ഡേയിൽ. റെസ്റ്റ് കറക്റ്റ് ആയിട്ടില്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി, പക്ഷെ റെസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, സ്ലീപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിനിങ് ഉണ്ടാവത്തില്ല. അത് നിങ്ങളുടെ ഗെയിനിങ് കുറയ്ക്കാനേ ചാൻസസ് ഉള്ളൂ. പിന്നെ വരുന്നൊരു മെയിൻ പ്രോബ്ലം ആണ് മിക്കവരുടെയും വർക്കൗട്ട് ഓവർലാപ്പിംഗ് വരും. അതായത് ഇന്ന് നിങ്ങൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തു, ദെൻ നെക്സ്റ്റ് ഡേ ഷോൾഡർ വർക്കൗട്ട് ചെയ്യാം. കാരണം ചെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ നമ്മുടെ ആന്റീരിയർ ഡെൽറ്റോയിഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നിങ്ങൾ പിന്നെയും ഷോൾഡറിന് വർക്ക് ചെയ്യുമ്പോഴും ഈ ആന്റീരിയർ ഡെൽറ്റോയിഡിന് വർക്ക് വരും. അപ്പോൾ റിക്കവറി ആവാതെ തന്നെ ആ മസിൽ നിങ്ങൾ പിന്നെയും ഹിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ഗെയിനിങ്ങിനെ ഒരു പരിധി വരെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഓവർലാപ്പിംഗ് വരാതെ നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ റിക്കവറി ആയതിനു ശേഷം മാത്രം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് ഗെയിനിങ്ങിനെ അത് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും റിക്കവറി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചുറീസ് വരാതിരിക്കാനും ഈ റിക്കവറി ആവുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. തേർഡ് പോയിന്റ് വേറൊന്നുമല്ല, ഫുഡ് കലോറി സർപ്ലസ് വേണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും പറഞ്ഞ്. കലോറി സർപ്ലസ് മാത്രം പോരാ, പ്രോട്ടീനും വേണം. പ്രോട്ടീൻ ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫുഡ്. നിങ്ങളൊരു ഹാർഡ് ഗെയിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എ പ്രോട്ടീൻ, അതായത് ഹൈ ക്വാളിറ്റി എല്ലാ അമിനോ ആസിഡ്സും ഉള്ള പ്രോട്ടീൻ നിങ്ങൾക്ക് വേണം. പയറ്, പരിപ്പ് അല്ലെങ്കിൽ എല്ലാ വെജിറ്റേറിയൻ സോഴ്സുകളിലും പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ ഈ പ്രോട്ടീൻ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അല്ല, അമിനോ ആസിഡ്സിന്റെ കുറവുണ്ട്. അപ്പോൾ പറയാം മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി എന്ന്. കഞ്ഞിയും പയറും അതുപോലെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ ഈ അമിനോ ആസിഡ്സ് ഒരു പരിധി വരെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാവുന്ന അത്രയും പ്രോട്ടീൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രോട്ടീൻ നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളതൊരു അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ എടുക്കണം. അതല്ലാതെ പയറോ പരിപ്പോ കഴിച്ച് നിങ്ങൾക്ക് പ്രോട്ടീൻ കൗണ്ട് ചെയ്ത് ആ പ്രോട്ടീൻ വെച്ച് നിങ്ങളൊരു ഹാർഡ് ഗെയിനർ ആണെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് നടക്കില്ല. അപ്പോൾ എഗ്സ്, ചിക്കൻ, ഫിഷ്, ബീഫ് അങ്ങനെയുള്ള അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ നിങ്ങൾ കണ്ടെത്തുക. മിനിമം നിങ്ങളുടെ ബോഡി വെയിറ്റിന് ഒരു 1.5 ഗ്രാം മുതൽ പെർ കെ ജിക്ക് ഒരു 2 ഗ്രാം അല്ലെങ്കിൽ 2.5 ഗ്രാം ആയാലും കുഴപ്പമില്ല. പ്രോട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ ഇല്ലാതെ നിങ്ങൾ മസിൽ ഗെയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കാം. പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫാറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗീ, ബട്ടർ, അനിമൽ ഫാറ്റ് എല്ലാം നിങ്ങളുടെ ഹോർമോൺസിന് ഡെവലപ്മെന്റിന് ഒത്തിരി അധികം ബെനിഫിഷ്യൽ ഉള്ള കാര്യമാണ്. സോ അതും നിങ്ങളുടെ ഡയറ്റിനകത്ത് ആവശ്യത്തിന് ഉണ്ടാവണം. ദെൻ കാർബോഹൈഡ്രേറ്റ് ഗെയിൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കാർബോഹൈഡ്രേറ്റ് നോക്കുമ്പോൾ ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അത് ഗുഡ് ക്വാളിറ്റി കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ഈ പറയുന്ന പോലെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള പാക്ഡ് ഫുഡ്സ്, ഷുഗർ, ഇതൊന്നും നിങ്ങൾ കാലോറി സർപ്ലസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക. ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നത് പെട്ടെന്ന് കാലോറീസ് കൂടും. പക്ഷെ അത് ബോഡിക്ക് അത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും ബോഡിനെ ബാഡ് ആയിട്ട് ഹെൽത്ത് കണ്ടീഷൻ ബാഡ് ആക്കാനേ ചാൻസസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നോർമൽ നമ്മുടെ ചപ്പാത്തിയോ ചോറോ അതല്ല സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ ഗുഡ് സോഴ്സ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ദെൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് പയറ്, പരിപ്പ്, അതൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആയിട്ട് നോക്കുമ്പോൾ. സോ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫുഡ് നിങ്ങൾ ആവശ്യത്തിന് കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മസിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർത്ത് വൺ, സപ്ലിമെന്റ്സ് ഇഷ്ടം പോലെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ ഏത് കഴിക്കണം നിങ്ങൾക്ക് ഗെയിനിങ്ങിന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടീൻ്റെ റിക്വയർമെന്റ് നിങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുക. അതല്ലാതെ മാസ് ഗെയിനർ, വെയിറ്റ് ഗെയിനർ അതൊന്നും എടുത്ത് വെറുതെ പൈസ കളയരുത്. ആൻഡ് മിക്ക മാസ് ഗെയിനർ, വെയിറ്റ് ഗെയിനറിനകത്ത് മാൽട്ടോഡെക്സിൻ പോലുള്ള സംഭവങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സപ്ലിമെന്റ്സ് ആയിട്ട് വേ പ്രോട്ടീൻ ആണ് ഞാൻ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുക. ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സ് അതൊരു EPA DHA കൂടെ കമ്പൈൻ ചെയ്ത് 1000 mg വരുന്നത് നോക്കിയെടുക്കുക. അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും EPA എന്നും DHA എന്നും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1000 mg തന്നെ. അത്രയും നിങ്ങൾക്ക് ഒരു ഡേയിൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഗെയിനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനാണെങ്കിൽ എന്തിനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗുഡ് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്. സോ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് നിങ്ങളുടെ ഡയറ്റിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഗെയിനിങ് ലെവലിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുക. പിന്നെ വേറെയും ഇഷ്ടംപോലെ സപ്ലിമെന്റ്സ് ഉണ്ട്. മൾട്ടി വൈറ്റമിൻ, അമിനോ ആസിഡ്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അശ്വഗന്ധ, ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ, ഇതൊക്കെ വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എസ്പെഷ്യലി മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ വെറുതെ നിങ്ങൾ കിഡ്നിക്ക് വെറുതെ ഓവർ സ്ട്രെസ് കൊടുക്കാന്നേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ആവശ്യത്തിന് ഈ പറയുന്ന പോലെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഫുഡിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വെറുതെ യൂറിനിലൂടെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. പിന്നെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്ററൊക്കെ വെറുതെ കോമഡിയാണ്, ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ അതുപോലുള്ള സിന്തറ്റിക് ടെസ്റ്റോസ്റ്റിറോൺ ഇഞ്ചെക്ട് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവാറുള്ളൂ. അതല്ലാതെ ഒരു ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റർ, അശ്വഗന്ധയോ എന്താണ് പറയുക, കട്ട പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കഴിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കാശ് കളയാന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡെഫിഷ്യൻസീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ എടുക്കാം. അല്ലാതെ ചുമ്മാ ഇതുപോലുള്ള സാധനങ്ങളിൽ പൈസ കളയരുത്. വെറുതെ ബോഡിക്ക് ആവശ്യമില്ലാത്തൊരു സ്ട്രെസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തുള്ളൂ. യെസ്, ലാസ്റ്റ് പോയിന്റ്, സ്റ്റിറോയിഡ്സ്. നമ്മളിവിടെ സ്റ്റിറോയിഡ്സിനെ പറ്റിയല്ല ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുവാണ്, ഗെയിനിങ് എന്നുള്ള ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ തലവും മനസ്സിലാക്കി വെക്കുക. നമ്മൾ കാണുന്ന ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പല ഇൻഫ്ലുവൻസേഴ്സ് ലെവലിലുള്ള ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു സാധനം സ്റ്റിറോയിഡ്സ് ആണ്. സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉഴപ്പിയാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കുന്നുണ്ട്, ദെൻ അതിനൊപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു PED, പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ഡ്രഗ് കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാർഡ് ഗെയിനർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റിറോയിഡ് ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ 5 കിലോ 6 കിലോ ഗെയിൻ ചെയ്യാൻ പറ്റും. നല്ല ലീൻ മസിൽ മാസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റിറോയിഡ്സിനും ഒരു വലിയ പങ്കുണ്ട് നമ്മൾ കാണുന്ന പല ആൾക്കാരുടെ ലൈഫിൽ. അപ്പോൾ സ്റ്റിറോയിഡ്സ് പറ്റി റിലേറ്റഡ് നമ്മൾ ഒത്തിരി വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സൈഡ് എഫക്ട്സും കൂടെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. അത് പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാവാണ്ടിരിക്കുക, ഡിപ്പെൻസ്. സ്റ്റിൽ പറഞ്ഞു എന്ന് മാത്രം. പെട്ടെന്ന് മസിൽ ഗെയിൻ ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ സ്റ്റിറോയിഡ്സിനെ പറ്റി പറയാതിരുന്നാൽ
അത് ഒരു ശരിയായ കാര്യമല്ല എന്ന് തോന്നി. അതുകൊണ്ട് സ്റ്റിറോയിഡ്സിനെ പറ്റിയും കൂടെ പറഞ്ഞു. അപ്പോൾ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 വർഷം കൊണ്ട് ഒരാൾ നാച്ചുറലി ബിൽഡ് ചെയ്യുന്ന ബോഡി ചിലപ്പോൾ ഒരു 8 മാസം 6 മാസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി സ്റ്റിറോയിഡ്സ് കൊണ്ട് പറ്റും. യെസ്, അതനുസരിച്ച് തന്നെ സൈഡ് എഫക്ട്സും ഉണ്ട്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പിന്നെയും പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അപ്പോൾ യെസ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ പല പോയിന്റ്സ് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്ക് റീസെന്റ് ഉണ്ടായ എക്സ്പീരിയൻസിൽ ഒത്തിരി അധികം വർക്കൗട്ട് ഒന്നും ചെയ്യാതെ വേണ്ട രീതിയിൽ ഒരു 40 മിനിറ്റ്സ് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ആവശ്യത്തിന് ഇതുപോലെ പ്രോട്ടീനും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ഫീൽ ചെയ്തു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രമാത്രം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതേപോലുള്ള വീഡിയോസ് ഓൾറെഡി കുറേ ഇട്ടിട്ടുണ്ട്, ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും